ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ വീട്ടിലുള്ള ആളുകളുമൊത്ത് വയനാട്ടിലേക്ക് പൂപ്പൊലി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വരും. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, കാരണം ഹസ്ബൻഡ് മോളും ബാംഗ്ലൂരാണ്. വലിയ മോളും വരുന്നില്ല, അവൾക്ക് പിന്നെ കോച്ചിങ് കാര്യങ്ങളെല്ലാണ്ട് പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട് ഏപ്രിൽ മേൽ. അപ്പോൾ അവളും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചേച്ചിമാരും ഏട്ടനും പിന്നെ കുറച്ച് പേരക്കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. ഒരു 10-18 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻക്ലൂഡ് ആവാൻ പറ്റിയിട്ടില്ല, അത് പിന്നീട് ഒരിക്കലാവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ട് വരും. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ പുറത്തെ കാഴ്ചകൾ. എല്ലാം പരപര വെളുത്തു, സമയം രാവിലെ ആയി കേട്ടോ. അപ്പോൾ ഇതാ പുറത്തെ കാഴ്ചകളാണ് കാണുന്നത്. ഇതാ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ട്രാവലറിലാണ് പോണത്. അപ്പോൾ ഇതാ ഇപ്പോൾ വരും കേട്ടോ. ഇതാ വന്നു കഴിഞ്ഞു, ട്രാവലർ വന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ വയനാട് പൂപ്പൊലിയൊക്കെ ഉള്ളപ്പോൾ എടുത്തതാണ് കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് ഇടാൻ സമയം കിട്ടിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി എല്ലാവരും കൂടി ഇതാ പോവുകയാണ് കേട്ടോ. പോണ വഴി എന്താ പറയുക, ചായ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ലഞ്ചും എല്ലാം കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെല്ലാം പോകുന്ന വഴിക്ക് എല്ലാം കഴിക്കാമെന്നുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളൊരു ഹോട്ടലിലോ അങ്ങനെയല്ലോ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുക്കുമല്ലോ ഇതെല്ലാം കിട്ടി പോരുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയാൽ അതാണ് ഏറ്റവും ബെറ്റർ. കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ഹോംലി ഫുഡ് പോലെ തന്നെ ഏകദേശം ഉള്ള ലഞ്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് ദൂരം ചെന്നപ്പോൾ നിർത്തിയിട്ടോ. എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി. 9 മണി 9:30 ആവാൻ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങളിതാ ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ ഉള്ളിച്ചമ്മന്തി ഇതെല്ലാം ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ചായയും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം പാക്ക് ചെയ്ത് വരികയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങളിവിടെ ഒന്ന് കഴിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ആൾ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നതാണ്. നമ്മൾ എല്ലാം അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, അല്ലാതെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത് കൊണ്ടുവന്നതല്ല. ഞങ്ങൾ താമരശ്ശേരി ചുരത്തിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. എന്ത് രസമായിരുന്നു കാണാൻ. മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു കേട്ടോ. മഞ്ഞുകൊണ്ട് മൂടിയ ഒരു മല നിരകളാൽ ചുറ്റപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണിത്. അപ്പോൾ ഇതാ നല്ല രസമുണ്ട്. പിൻഭാഗത്ത് കണ്ടില്ലേ, കാണാൻ തന്നെ ഇല്ല, അങ്ങനെ മൂടിയിരിക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം താമരശ്ശേരി ചുരമാണ് കേട്ടോ. താമരശ്ശേരി ചുരത്തിൻ്റെ അവിടെയുള്ള നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മഞ്ഞ് മൂടി നിൽക്കുന്ന ഒരു മലനിരകളായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി നല്ല തണുപ്പ് പോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ കേട്ടോ. വയനാടൊക്കെ ഒരു തണുപ്പ് ഫീലായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ അറിയില്ല, അന്നൊരു അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി വീണ്ടും യാത്ര തുടർന്ന് ഞങ്ങൾ പൂക്കോട് ലേക്ക് ആണ് ഈ കാണുന്നത്. അവിടെ എത്തി ഇതേപോലെ തന്നെ ബോട്ട് യാത്രയൊന്നും ചെയ്തില്ല. ഇവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും കുറച്ചിരുന്ന് അവിടെ ഒരു കഫേയൊക്കെ ഉണ്ടായിരുന്നു. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് അവിടെ കഴിക്കാനെല്ലാം ഒരു കഫ്തേരിയ പോലെ ഉണ്ടായിരുന്നു അവിടെ. അതെല്ലാം വേണ്ടവരെല്ലാം കഴിച്ചു. പിന്നെ ഇതിലെല്ലാം നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നീട് പോയത് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ബോട്ട് യാത്രയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ വിശാലമായി നീണ്ടു കിടക്കുന്ന ലേക്കാണ്. ഇവിടെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അധികം ആളുകൾ ഇപ്പോൾ വയനാട് എല്ലാം ട്രിപ്പ് പോകുന്നവരാണല്ലോ. അപ്പോൾ ഇതാ ക്യാമറയിലൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അവിടെ കുറേ ആളുകൾ ബോട്ട് യാത്രയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ അവിടെയൊക്കെ നോക്കി നിന്ന് ആസ്വദിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയത് എന്താ പറയുക, പൂക്കോട് ലേക്കിൽ നിന്നും ഞങ്ങൾ പിന്നെ പോയത് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പൂക്കോട് ലേക്കിൽ നിന്നും പിന്നെ ഒരുപാട് സമയം നമ്മൾ ടോക്കണെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മൾ ലൈനിൽ നിന്നിട്ടാണ് കേട്ടോ ടോക്കണെല്ലാം എടുത്തത്. ഏട്ടൻ്റെ മോന് ലൈനിൽ നിന്നു. അവരെല്ലാം ചേച്ചിയുടെ മരുമോനും ഏട്ടൻ്റെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പയ്യന്മാരെല്ലാം കൂടിയും ടോക്കണെല്ലാം എടുത്ത് അതിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്ത് ആണ് ഞങ്ങൾ ഈ എന്നൂരിലേക്ക് എത്തുന്നത്. ഇങ്ങോട്ട് ഞങ്ങൾ വന്നത് 3 ജീപ്പിലായിട്ടാണ്. ജീപ്പ് സർവീസാണ് കേട്ടോ, താഴെ നിന്നും ജീപ്പ് സർവീസാണ്. ടോക്കൺ എടുത്തിട്ട് നിൽക്കണം, നമുക്ക് നമ്പർ വരുമ്പോൾ അവർ പറയും. അങ്ങനെയാണ് 3 ജീപ്പുകളിലായിട്ട് 3-4 ജീപ്പുകളിലായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ടോക്കൺ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ജീപ്പ് സർവീസായിട്ട് താഴെ എത്തും. എന്നിട്ട് പിന്നെ നമ്മളെ വണ്ടിയിൽ പിന്നെയും കയറി നമ്മൾ കറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതായത് കുന്നാണ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കുന്ന് പോലെയാണ് നമുക്ക് തോന്നുക. ജീപ്പിലെല്ലാം വരുമ്പോൾ വളഞ്ഞ പുളഞ്ഞ റോഡുകളും ഒക്കെയാണ്, ആളുകളും ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എത്തിപ്പെട്ടാലോ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അതൊന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടോളൂ. നിങ്ങൾക്ക് വളരെ എൻജോയ്മെൻ്റ് ആവും. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര വിശാലമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആളുകൾ പോയും വന്നും കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുമ്പോഴേക്ക് കുറേ ആളുകൾ ഇറങ്ങി പോകുന്നു, പിന്നെ കുറച്ച് പേര് പോകുന്നു. അതുകൊണ്ട് തന്നെ വല്ലാതെ ഇവിടെ തിരക്ക് അനുഭവപ്പെടില്ല. കാരണം ഇങ്ങനെ ജീപ്പ് സർവീസ് ഉണ്ടെങ്കിലല്ലേ വരാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെയൊക്കെ നടന്ന് ഒരുപാട് കാണാനുണ്ട്. കാഴ്ചകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രകൃതിയുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ കാഴ്ചകൾ തന്നെ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് എന്താ പറയുക നടന്ന് നിറയെ വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഊഞ്ഞാൽ ആടാനും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു, കളിക്കാനൊക്കെ. കുട്ടികൾക്കൊക്കെ അത് ഒരു വളരെ എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു കാഴ്ചകൾ തന്നെയാണ്. അതായത് അവരൊന്നും ചെറിയ മക്കളൊന്നും ജനിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റാണ്. ഈ സിറ്റീൻ്റെ നടുവിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് പോയി കാണണം. അങ്ങനെ ഉള്ള ഒരു ഏരിയയാണ് ഇത്. പലർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്നുള്ളത് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഞാനും വയനാട്ടിലൊക്കെ മുന്നേ പോയപ്പോഴൊന്നും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിറയെ ഇങ്ങനെ കുടിൽ പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നൂര് എന്ന് പറയുന്നത് ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിന് പേരിട്ട ഒരു ഇതാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം എന്താ രസമല്ലേ, കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. നല്ല രസമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിവിടെയൊക്കെ കണ്ട് നിറയെ ആസ്വദിച്ച് പോന്നു. ഇതിൽ എന്താ പറയുക ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. ക്യാമറയിൽ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ ഫോണെല്ലാം അത്രയ്ക്ക് ഹാങ്ങായി പോകും. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണെങ്കിലും ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസെല്ലാം. നിറയെ എടുക്കൽ തന്നെയായിരുന്നു എനിക്ക് പണി. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയധികം ഇട്ടത് കേട്ടോ. ഒരുവിധം ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്നൂര് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോയത് വയനാട് പൂപ്പൊലിയിലേക്കാണ്. ഞങ്ങൾ എന്നൂരിൽ നിന്നും ഇറങ്ങി താഴെ ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് കുറേ സമയം എടുത്തു കേട്ടോ. ഞങ്ങളൊരു 12 മണി എല്ലാം ആയി പോയിട്ട് ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്ക് 3-3:30 എല്ലാം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലഞ്ച് കൊണ്ടുപോയിരുന്നല്ലോ. അപ്പോൾ ലഞ്ചെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ യാത്ര ചെയ്ത് പൂപ്പൊലി എത്തിയപ്പോഴത്തേക്കും 4-4:30 എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. വയനാട് പൂപ്പൊലി കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം അവിടെയാണോ എന്ന് തോന്നിപ്പോകും നമുക്ക്. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒന്ന് ഞായറാഴ്ചയും കൂടി ആയപ്പോൾ, അല്ലെങ്കിൽ തന്നെ തിരക്കാണ്, അതിൽ കൂടെ ഞായറാഴ്ച കൂടി ആയപ്പോൾ
നല്ല തിരക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനായിട്ട് വേണം നമുക്ക് പോകുവാനായിട്ട്. ചെറിയ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കൈവിട്ട് പോയാൽ അവിടെ മിസ്സിങ് ആവും എല്ലാവരും. അപ്പോൾ അതും പേടിയാണ്. അവിടെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഓരോരുത്തരും മിസ്സായതെല്ലാം. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല. അതുകൊണ്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറച്ചെല്ലാം ഒന്ന് പോയതേ ഉള്ളൂ. പിന്നെ അത് മുഴുവൻ കണ്ടാലും എനിക്ക് ഈ ക്യാമറയിലെല്ലാം ഒന്നും പിന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് സ്ഥലമുണ്ട് അവിടെ. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എല്ലാം ഇൻക്ലൂഡാക്കിയാൽ വളരെ വലിയൊരു വീഡിയോ ആയി പോവും. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരത്തേക്ക് മാത്രമേ പോയുള്ളൂ, ഞങ്ങൾ കുറച്ച് പേര്. ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. കാരണം ഒരു സ്ഥലത്ത് നിന്നിട്ടില്ലെങ്കിൽ അവിടെ മിസ്സായി പോകും എല്ലാവരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരിയെല്ലാം തെറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുള്ളവരൊന്നും ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളൊന്ന് കുറച്ച് ദൂരം പോയി തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതാ പൂപ്പൊലിയുടെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൂറെല്ലാം ഉഷാറായി പൂപ്പൊലിയും കൂടിയും കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ പോരുന്ന വഴിക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പോരുകയാണ് ഉണ്ടായത്. വീട്ടിലെത്തിയപ്പോൾ 1 മണിയെല്ലാം ആയി കേട്ടോ. പുലർച്ചെ 1 മണിയായി, 1 AM ആയി. പോയത് ഞങ്ങൾ 7 മണി ഒക്കെ ആകുമ്പോഴാണ് പോയത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.